ചേർത്തല അക്ഷരജാല കലാസാഹിത്യവേദിയുടെ സ്മൃതി പുരസ്കാര സമർപ്പണവും ചികിത്സാ സഹായ വിതരണവും ഓഗസ്റ്റ് 10 നടക്കും. ചേർത്തല അക്ഷരജാലയുടെ സ്ഥാപകനും എൻ്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ മോഹനൻ ചെട്ടിയാർ നിര്യാതനായിട്ട് 2 വർഷം തിരികെയാണ് ഈ ആഗസ്റ്റ് 10 അതുകൊണ്ട് വിപുലമായ ഒരു അനുസ്മരണ യോഗം ചേർത്തല NSS യൂണിയൻ ഹാളിൽ വെച്ച് ആഗസ്റ്റ് 10 നടത്തുക. കലയെയും സാഹിത്യത്തെയും പരിപോഷിപ്പിക്കുന്നതിനൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനവും ലക്ഷ്യമാക്കിക്കൊണ്ട് ചേർത്തലയുടെ സാംസ്കാരിക രംഗത്തിന് മോഹനൻ ചെട്ടിയാർ രൂപം നൽകിയ സാംസ്കാരിക സംഘടനയാണ് അക്ഷരജ്വാല. മോഹനൻ ചെട്ടിയാരുടെ 2ാമത് അനുസ്മരണവും സ്മൃതി പുരസ്കാര സമർപ്പണവും ചികിത്സാ സഹായ വിതരണവുമാണ് നടക്കുന്നത്. സാഹിത്യകാരി ബിച്ചു എക്സ് മലയിൽ യോഗം ഉദ്ഘാടനം ചെയ്യും. സാഹിത്യകാരൻ കാവാലൻ മാധവൻകുട്ടി മുഖ്യാതിഥിയായി പങ്കെടുക്കും. സർജു കളവങ്കോടം അനുസ്മരണ പ്രഭാഷണം നടത്തും. സംഘടനാ പ്രസിഡന്റ് ശർമിള ശെൽവരാജ് അധ്യക്ഷത വഹിക്കും. കുത്തിയോട്ട പാട്ടുകലാകാരിയും ഗായികയുമായ ഡോക്ടർ എൽ രഞ്ജിനിക്കാണ് സ്മൃതി പുരസ്കാരം ലഭിച്ചത്. പ്രശസ്ത സാഹിത്യകാരനും ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവുമായ പൂജാക്കൽ ഷാഹുൽ ഹമീദ് സമർപ്പണം നിർവഹിക്കും. സംഘവേദി എന്ന് പറഞ്ഞാൽ ഒരിക്കലും കലയും കവിതയും മാത്രമല്ല, അതിൽ പാട്ടുകാരും അതുപോലെ ക്ഷേത്രകലകളും അനുഷ്ഠാന കലകളും ഇതെല്ലാം സംഗമിക്കുന്ന ഒരു വേദിയായിരിക്കണം സാഹിത്യവേദികളെന്ന് അദ്ദേഹത്തിന് ഒരു നിഷ്കർഷം ഉണ്ടായിരുന്നു. അതുവഴി പാട്ടുകാരെയും അതുപോലെ ക്ഷേത്രകലാകാരന്മാരെയും അതുപോലെ വാദ്യകലാകാരന്മാരെയും സംഘടിപ്പിക്കുകയും അവർക്കും ഓരോ വേദികൾ പകർന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു അനുഭവമായ സിദ്ധി തന്നെയുണ്ടായിരുന്നു. അതുവഴി ആ പാത പിന്തുടരാനും പല സാംസ്കാരിക സംഘടനകളും തയ്യാറായെന്നുള്ളത് ഒരു സുവിദിതമായ കാര്യമാണ്. നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം അദ്ദേഹം നടത്തിയിരുന്നു. സ്കൂളിലെ കുട്ടികൾക്ക് വായനയായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ അവിടെ സംഘടിപ്പിച്ചു കൊടുത്തിരുന്നു. കുട്ടികൾക്ക് തന്നെ അത് ഓണപ്പുഴ കൊടുത്തിരുന്നു. അവരുടെ ദരിദ്രരായ കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് അനാഥകളെ സംരക്ഷിക്കുന്ന പരിപാടികൾ അദ്ദേഹം ചെയ്തിരുന്നു.